ഹലോ, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഞാൻ ഒരുപാട് സ്കില്ലുള്ള ആളൊന്നുമല്ല, എനിക്ക് ഇതിൽ അത്ര സ്കില്ലൊന്നുമില്ല, പക്ഷേ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ A4 10 സെൻറ്റിമീറ്ററിൻ്റെ അളവിലാണ് ഒരു സ്ക്വയർ വരച്ചത്. അങ്ങനെ ആ A4 ഞാൻ ഒരുപാട് സ്ക്വയർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ സ്റ്റാറാണ്. കറക്റ്റ് ഷേപ്പിൽ സ്റ്റാർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ് യൂട്യൂബ് എനിക്ക് റെഫർ ചെയ്തത്. യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ ആ ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു സ്റ്റാർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചങ്ങോട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റാറിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്ററാണ് യൂസ് ചെയ്തത്. ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കളർ കൊടുത്തത്. പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോപ്പ് സ്കെച്ച് എടുത്തിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി എലഗൻ്റ് ആയ മാതിരി ഫീൽ ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു മേരി ക്രിസ്മസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേമാതിരി മാർക്കർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ബോർഡർ വരച്ചിട്ട് അതിൽ മേരി ക്രിസ്മസ് എഴുതി. പിന്നെ കുറച്ച് ലൗച്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയ കാലത്തേക്ക് പോകണം, ഒരു കുട്ടിത്തം വേണമെന്നുണ്ട് ഗിഫ്റ്റിൽ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വരച്ചിട്ടുണ്ട്, ലൈക്ക് ക്രിസ്മസ് സാൻഡ. ഞാൻ അപ്പൂപ്പൻ്റെ വിളിക്കുന്നത് ക്രിസ്മസ് സാൻഡേനെയാണ്. സോ അതുപോലെ ഞാൻ വരച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു വിഷ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് 2 ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിലത്തെ ഒരു ഗിഫ്റ്റ് മാത്രമേ ഞാൻ അവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ക്യൂട്ട് ലാമ്പാണ് ഇത് വരുന്നത്, മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ അത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയാക്കി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആക്കാൻ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ കളർ പേപ്പേഴ്സ് ഇപ്പോൾ ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു A4 കുറച്ച് സ്കെച്ച് കൊണ്ട് കളർ ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സിലേക്ക്, ഞാൻ ചെയ്യാൻ പോകുന്ന ബോക്സിലേക്ക് കുറച്ചൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആമസോണിൻ്റെ ഒരു ബോക്സാണ്. ഓൾറെഡി ഈ ബോക്സ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ബോക്സ് ഞാൻ എടുത്തു, അതിലേക്ക് ഞാൻ പേപ്പർ വെച്ച് കൊടുത്തു. ഇനി ഞാൻ ഉണ്ടാക്കിയ ലൈക്ക് ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റല്ല, ലൈക്ക് ആ കവറും ഇതൊക്കെ കേട്ടോ, ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. സോ അത് അതിലേക്ക് വെച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഈ പേപ്പർ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടില്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആ ചെറിയൊരു ഭാഗം കൂടി കാലി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അതിലും വെക്കണം എന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 പെൻ എൻ്റെ അടുത്ത് പുതിയത് വാങ്ങിച്ചതുണ്ട്, ഒരു ബ്ലാക്ക് ഇങ്കും ഒരു ബ്ലൂ ഇങ്കും. സോ ഞാനത് 2ഉം കൂടി ഒരു പേപ്പറിൽ ഇതേമാതിരി തന്നെ റാപ്പ് ചെയ്തിട്ട് അതിൽ വെക്കാനാണ് വിചാരിച്ചത്. സോ ഞാനത് റാപ്പ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വെറുതെ അത് മാത്രം വെക്കേണ്ട, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമല്ലോ വിചാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു മുടിക്കിടുന്ന ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടി പാക്ക് ചെയ്തിട്ട് ഇതിൽ വെക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഇതിൽ ഞാൻ പാക്ക് ചെയ്തത് 2 പെന്നാണ്. സോ അതിന് ഞാൻ കവറിന് കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുത്തപ്പോൾ കുറച്ചും കൂടി രസമായിട്ട് തോന്നി. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ആ മുടി കൊടുക്ക്. പിന്നെ ഇത് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അത്ര ക്ലാരിറ്റി ഇല്ല, ലൈക്ക് ആ മുടി കൊടുക്കൊരു രസമില്ലാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് കാണുമ്പോൾ. പക്ഷേ ഇത്രയും കാട്ടി രസമുണ്ട് നേരിട്ട് കാണാൻ. സോ ഇത്രയൊക്കെ സാധനങ്ങളാണ്. പിന്നെ ഞാൻ പാക്ക് ചെയ്തു, കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എന്തോ ഒരു വര കാണുന്നത്. സോ അത് കാണാതെ ഇരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. സോ ഞാൻ അത് ഒട്ടിച്ചപ്പോൾ എൻ്റെ ഗിഫ്റ്റ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ മാതിരി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ 2 ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, ആ 2 ഗിഫ്റ്റും ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.